ഇവിടെ എല്ലാവർക്കും തുല്യ അവകാശം ഉണ്ടോ ഇല്ലയോ? നീ പറയൂ വിശാൽ. ഉണ്ട്. വിശാൽ, നിനക്ക് എന്നോട് സ്നേഹമുണ്ടോ? എന്തിനാ അമ്മേ ഇങ്ങനെയൊക്കെ ചോദിച്ച് എന്നെ വെറുതെ വിഷമിപ്പിക്കുന്നത്? അമ്മയോട് എനിക്ക് എത്രമാത്രം സ്നേഹമുണ്ടെന്ന് ഞാൻ പറയാതെ തന്നെ അമ്മയ്ക്കറിയില്ലേ? വിശാൽ, ശരി, എങ്കിൽ എനിക്ക് വേണ്ടി ആ ഡയറി തുറന്നു വായിക്കാൻ നീ പാർവതിയോട് പറയണം. നീ പറഞ്ഞാൽ എന്തു അനുസരിക്കുന്നവളാണല്ലോ നിന്റെ ഭാര്യ. അതല്ലേ വിശാൽ നിന്റെ വിശ്വാസം? എങ്കിൽ ആ ഡയറി തുറന്നു വായിക്കാൻ നീ പാർവതിയോട് പറയടാ. പാർവതി, ഈ ഡയറി തുറന്ന് എല്ലാവരും വായിച്ച് കേൾപ്പിക്കും. എന്താടി നീ വായിക്കാത്തത്? നീ എന്താ ഞങ്ങളെല്ലാരെയും കളിപ്പിക്കുകയാണോ? ഇതില് ഒന്നും എഴുതിയിട്ടില്ല. നീ വെറുതെ കള്ളം പറയരുത്. വിശ്വാസം ഇല്ലെങ്കിൽ ഇതാ നിങ്ങൾ നോക്കിക്കോ. കാണും. നോക്ക്. ഇനി അവസാന പേജിൽ ഒരു ചിത്രവും ചില കണക്കുകളേ ഉള്ളൂ. അതെന്താണെന്ന് നിങ്ങൾ തന്നെ കാണും. ഇപ്പൊ പ്രഭാവതിക്ക് തൃപ്തിയായല്ലോ. നിനക്കും ഇപ്പൊ സമാധാനായല്ലോ? മോളെ, അമ്മാവൻ എന്തിനാണ് ഇങ്ങനൊരു ഡയറി കരുതി വെച്ചിരുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തെങ്കിലും ഒരു ഉദ്ദേശം ഉണ്ടാവും. മോളെ, നീ തന്നെ അത് കണ്ടുപിടിക്കേട്ടോ. അതെ, പാർവതി എന്നത് കണ്ടുപിടിക്കേ. പാർവതി, എടോ, താൻ എന്താ ഈ ആലോചിക്കുന്നത്? എഴുതാത്ത ഡയറി താളുകളിൽ താൻ എന്തെങ്കിലും കാണുന്നുണ്ടോ? ആ ചിത്രത്തിന്റെ അർത്ഥം എന്താണെന്ന് അത് തനിക്ക് മനസ്സിലാവുന്നുണ്ടോ? പിന്നെ എന്താ ചിന്തയിൽ തെളിയുന്നത്? വിശാൽ സർ, സാറിന്റെ മുത്തശ്ശൻ വളരെ വർഷങ്ങൾക്ക് മുമ്പ്
ആചാര്യ വക്കീലിന്റെ കയ്യിൽ സൂക്ഷിക്കണമെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചതാണ് ഈ ഡയറി. വെറുതെ ഏതായാലും എഴുതാത്ത പേജുകളുള്ള ഈ ഡയറി മുത്തശ്ശൻ സൂക്ഷിക്കാൻ ഏൽപ്പിക്കില്ല. ഈ ഡയറിയിൽ എന്തൊക്കെയോ രഹസ്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് തന്നെയാണ് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത്. എന്തോ ഒരു പ്രത്യേക കാര്യം മുത്തശ്ശൻ ഇതിലൂടെ നമ്മളെ അറിയിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എന്തായിരിക്കും അത്? കുറേയധികം തിരിച്ചും മറിച്ചും ചിന്തിച്ചു. ഒന്നും തെളിയുന്നില്ല. അതുപോലെ തന്നെ ചിത്രത്തെക്കുറിച്ച് ആലോചിച്ചിട്ടും നോ രക്ഷ. മരത്തെ ചുറ്റി വരുന്ന പശു, പിന്നെ മനസ്സിലാകാത്ത കുറേ കണക്കുകൾ. അതിലും എന്തെങ്കിലും രഹസ്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടായിരിക്കും. പെട്ടെന്ന് ചിന്തിച്ചാ ഒന്നും തലയിൽ തെളിയില്ല. കുറച്ച് സമയമെടുത്ത് കാര്യമായിട്ട് ചിന്തിച്ചു നോക്കാം. അപ്പോ എന്തെങ്കിലും മനസ്സിലാവുമായിരിക്കും. അതെ, ഇനി ഏതായാലും ഈ ഡയറിയും ഇതിലെ ചിത്രമായിരിക്കും തന്റെ മനസ്സിൽ. ഇതിന് ഉത്തരം കിട്ടാതെ തനിക്ക് സമാധാനം ഉണ്ടാവില്ല. ഇത് വല്ലാത്തൊരു ബ്രെയിൻ ഗെയിം ആയി പോയല്ലോ. ബുദ്ധി ഉണരട്ടെ സർ, അപ്പോ ഉത്തരം കിട്ടും. ഏതായാലും വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ബുദ്ധി പ്രവർത്തിപ്പിച്ച് എന്തെങ്കിലും ഇതിൽ നിന്ന് ഞാൻ കണ്ടെത്തും. എന്തായാലും ഈ ഡയറിയുടെയും ചിത്രത്തിന്റെയും പിന്നിലുള്ള ഉദ്ദേശം നല്ലത് തന്നെ ആയിരിക്കും. എന്റെ വിശ്വനാഥ മുത്തശ്ശ, കൂടുതൽ വലയ്ക്കാതെ ഈ പ്രശ്നം പരിഹരിക്കാനുള്ള മാർഗം തെളിയിക്കണേ. എടോ, തൽക്കാലം ഈ ആലോചനയൊക്കെ ഇപ്പൊ ഇവിടെ വെച്ച് നിർത്താം. അമ്മ തന്നോട് വിപിന്റെയും പല്ലവിയുടെയും ആദ്യരാത്രിക്ക് വേണ്ട ഏർപ്പാടുകളൊക്കെ ചെയ്യാൻ പറഞ്ഞിരിക്കുകയല്ലേ. താനേ വേഗം പോയി അത് ചെയ്യാം. അത് വൈകിയ അമ്മ ചിലപ്പോ തന്നെ വഴക്ക് പറയും. അമ്മയായാലും ആരായാലും തന്നെ വഴക്ക് പറയുന്നത് കേട്ട് നിൽക്കാൻ എനിക്ക് കഴിയില്ല. എനിക്കത് സഹിക്കാൻ പറ്റില്ല. അത് വലിയ സങ്കടമാണോ. അതുകൊണ്ട് ഈ ഡയറി ഭദ്രമായിട്ട് വെച്ചിട്ട് താൻ അങ്ങോട്ട് ചെല്ല്. ആ നാഗദോഷം ഒരു പരിധിവരെയെങ്കിലും മാറാതെ ശാന്തി മുഹൂർത്തം നടത്തിയ, അതിനുശേഷം വിപിനും പല്ലവിക്കും കുഞ്ഞുണ്ടായ, അത് 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 നിനക്ക് ആപത്താ മോളെ. എനിക്ക് ആപത്തോ? പല്ലവിക്ക് കുഞ്ഞുങ്ങളുണ്ടാവുന്നത് എനിക്ക് എങ്ങനെ ആപത്താവുന്നത്? എനിക്ക് എന്താപത്താ ഉണ്ടാവുന്നത്? നിന്റെ ജീവന ദോഷം ഉണ്ടാവും മോളെ. ഇന്നും വിപിൻ സാർ ലേറ്റ് ആണല്ലോ. വിപിൻ സാറേ, സാർ നിന്നെ. സാർ ഇന്നും ലേറ്റ് ആണല്ലോ. എനിക്കിന്ന് കുളിച്ച് ഫ്രഷ് ആവണം. നിക്ക് സാറേ. ആയിക്കോട്ടെ, ഫ്രഷ് ആയിക്കോ. പക്ഷേ സാറ് ഇന്നും ഇങ്ങനെ ലേറ്റ് ആവുന്നതിന്റെ കാരണമൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. മനസ്സിലായല്ലോ, സന്തോഷം. സാറേ, ഇന്ന് ലേറ്റായി വന്നത് ഓക്കെ. നാളെയും ലേറ്റായി വരാനാണോ പ്ലാൻ? നാളെ ലേറ്റായി വന്നാൽ പറ്റില്ല. നാളെ നേരത്തെ വരണം. എനിക്ക് സൗകര്യമില്ല. അയ്യോ, അങ്ങനെ പറയരുത്. നാളെ നേരത്തെ വന്നേ മതിയാകൂ. നാളെ നമ്മുടെ ശാന്തി മുഹൂർത്ത. ഇവിടെ എല്ലാരും ചേർന്നത് ഫിക്സ് ചെയ്തിരിക്കുക. ഓ, നാളെയാണോ അത്? അതെ, നാളെയാ ശാന്തി മുഹൂർത്തം. ഇന്നായാലും ഞാനതിന് റെഡി ആയിരുന്നു. അതെ സാറേ, നമുക്ക് ഈ ശാന്തി മുഹൂർത്തത്തിന്റെ ഒരു റിഹേഴ്സല് ഇന്ന് നടത്തി നോക്കിയാലോ? പല്ലവി, ഇതിനുള്ള മറുപടി ഞാൻ രാവിലെ നിനക്ക് തന്നാണ്. ഇന്നും നാളെ എന്നല്ല, ഈ അടുത്ത കാലത്തൊന്നും നമ്മുടെ ശാന്തി മുഹൂർത്തം നടക്കാൻ പോകുന്നില്ല. അത് നമുക്ക് കാണാം. കാണാനൊന്നുമില്ല. നമ്മുടെ ശാന്തി മുഹൂർത്തം എന്ന് വേണോ തീരുമാനിക്കുന്നതേ ഞാനാ. സാറ് തീരുമാനിച്ചോളൂ. പക്ഷെ നാളെ ആയിരിക്കും എന്ന് മാത്രം. നാളെ അത് നടക്കില്ല. നടക്കും. പല്ലവിയാ പറയുന്നേ. വെറുതെ പാഴ്ക്കിനാവ് കാണാവുന്നേ ഉള്ളൂ. ഇല്ല സാറേ,
നാളെ എന്റെ സ്വപ്നങ്ങള് പോവാണി ഇന്ന് രാത്രിയാ. സാറിന്റെ ഈ കോപവും എതിർപ്പും വാശിയെല്ലാം നാളെ എന്റെ മുന്നിൽ മഞ്ഞ് പോലെ ഉരുകി പോവും. ഞാനും സാറും സ്വയം മറന്ന് ഒന്നാകും. ദാ ഇതുപോലെ. ശ്ശേ, പല്ലവി താൻ എന്താ കാണിക്കുന്നത്? ഇന്നു മുതൽ ഞാൻ കടുത്ത ബ്രഹ്മചര്യ വ്രതത്തില്. ജയ് ആഞ്ജനേയ, ക്ഷമിക്കണേ. സാറേ, പെണ്ണൊരുമ്പെട്ട ബ്രഹ്മന് പോലും തടുക്കാൻ പറ്റില്ലെന്നാ സാർ, അത് മറക്കരുത്. രാമ 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 രാമ. ചെല്ല് സാറേ, എത്ര കഠിനമായ വ്രതമായാലും നാളെ അത് മുടങ്ങും. ഈ പല്ലവി അത് മുടക്കും. എങ്ങനുണ്ട്? വാവ്, സൂപ്പർ മോളെ. ഇതാണ് ആത്മാനന്ദാശ്രമം. ഈ കാണുന്നതൊന്നും അല്ല. ഇതിനു ചുറ്റിനുമായി ഏക്കർ കണക്കിന് സ്വത്തുക്കൾ ആശ്രമത്തിൻ്റെതാ. ഈ കെട്ടിടങ്ങൾക്ക് പുറമെ വേറെയും കെട്ടിടങ്ങൾ അകത്തേക്കുണ്ട്. മോളെ, ഇത് ഞാൻ പ്രതീക്ഷിച്ചതുപോലെയല്ല. ആൻറ്റി എന്താ പ്രതീക്ഷിച്ചത്? ചെറിയ ആശ്രമമായിരിക്കുമെന്നോ? ഉള്ളത് പറയാലോ, ഞാൻ അങ്ങനെയാ കരുതിയത്. ഇതങ്ങനൊന്നും അല്ല. ഇന്റർനാഷണൽ സെറ്റപ്പാ. സ്വാമിജിയെ കാണാൻ വരുന്നവർ മലയാളികളെക്കാൾ കൂടുതൽ നോർത്ത് ഇന്ത്യൻസും ഫോറിനേഴ്സും. കൂടുതൽ വരുന്നത് ഫോറിനേഴ്സ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ആൻറ്റി വാ. ഒരുപാട് വിഐപികൾ ഇവിടെ വരും. സിനിമാ താരങ്ങളും രാഷ്ട്രീയ നേതാക്കളും കേന്ദ്രമന്ത്രിമാര് വരെ ഇവിടെ വരും. സ്വാമിജിയെ വലിയ വിശ്വാസം എല്ലാവർക്കും. അവരൊക്കെ സ്വാമിയുടെ മുന്നിൽ വന്ന് കുമ്പിട്ട് നിൽക്കുന്നത് കണ്ടാ നമ്മളൊക്കെ അതിശയിച്ചു പോവും. വെറുതെ ആരെങ്കിലും വന്ന് ഒരാളുടെ മുന്നിൽ ഇങ്ങനെ കുമ്പിട്ട് നിൽക്കോ? അതില്ല. അത്രയ്ക്ക് ശക്തിയും സിദ്ധിയുമുള്ള ആളാണ് ആത്മാനന്ദ സ്വാമികൾ. ഈ വരുന്നവരൊക്കെ സ്വാമിയെ ചുമ്മാ കാണാൻ വരുന്നവരല്ല. ഓരോരോ ആവശ്യങ്ങൾക്ക് വേണ്ടി വരുന്നവരാ. നമ്മൾ എന്താവശ്യപ്പെട്ടാലും സ്വാമി ഇത് സാധിച്ചു തരും. ഉറപ്പാണല്ലോ അല്ലേ? ഞാൻ ഇതിനു മുമ്പും ചില സ്വാമിമാരെ കാണാൻ പോയിരുന്നു. അവരെല്ലാവരും ആദ്യം ഞാൻ പറയുന്നത് വലിയ ഇമ്പമോടെ കേട്ടിരിക്കും. അവസാനം കാര്യത്തോടടുക്കുമ്പോ കൈവിടും. ഇല്ലെങ്കിൽ പണം വാങ്ങിയിട്ട് പേരിന് എന്തെങ്കിലും പൂജയോ ഹോമോ കാട്ടിക്കൂട്ടി പറ്റിക്കും. മോളെ, ഇത് ആ വകുപ്പിലെങ്ങും പെടില്ലല്ലോ അല്ലേ? എന്റെ പൊന്നു മോളെ, ഇന്നത്തെ കാലത്ത് ആരെയും കണ്ണുടച്ച് വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ചോദിച്ചതാ. അയ്യോ, ആത്മാനന്ദ സ്വാമിയെ കുറിച്ച് ആ ഒരു ചിന്ത വേണ്ട. സ്വാമി നടത്തിയ നിരവധി അത്ഭുതങ്ങൾ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാ. അസാധ്യമാണെന്ന് നമ്മൾ കരുതുന്ന പലതും സ്വാമി പുഷ്പം പോലെ നടത്തി കാണിച്ചു തരും. അതെ, പാർവതി ചില്ലറ ആളൊന്നും അല്ല. അവൾക്ക് ബലമായി ഉദിയന്നൂരമ്മയും ഗായത്രി ദേവിയുടെ ആത്മാവും കൂടെയുണ്ട് എന്നുള്ള കാര്യം ഓർമ്മ വേണം. ആരൊക്കെ പാർവതിയുടെ കൂടെ ഉണ്ടെങ്കിലും ആത്മാനന്ദ സ്വാമികൾക്ക് അതൊന്നും ഒരു വിഷയമല്ല. പാർവതിയെ ചുരുട്ടിക്കൂട്ടി കെട്ടി കൈകളിൽ തരും. ആന്റി ആഗ്രഹിക്കുന്ന പോലെ ആ സ്വത്തുക്കൾ അവള് തന്നെ ആന്റിക്ക് എഴുതി തരും. ആത്മാനന്ദ സ്വാമികൾ അത് അവളെ കൊണ്ട് എഴുതിപ്പിക്കും. ആന്റി ധൈര്യമായിട്ട് വാ. ആത്മാനന്ദ സ്വാമികൾ. മോളെ, ഇതാണോ സ്വാമിജി? ഈ ചെറുപ്പക്കാരനാണോ ആത്മാനന്ദ സ്വാമികള്? ഞാൻ കരുതി ഏതോ പ്രായമുള്ള ആളായിരിക്കുമെന്ന്.
സ്വാമിജി, ഇതാണ് ഞാൻ പറഞ്ഞ പ്രഭാവതി ആൻറ്റി. എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. സ്വാമിജി, ആന്റി ഒന്ന് സഹായിക്കണം. Ria discussed everything with me in detail. Don't doubt my appearance. You know, I am a PhD holder in psychology. Not only that, I researched about all religions in the world. അത്ര അനുഭവ സമ്പത്തും ജ്ഞാനവുമുള്ള ആളാണ് ഞാൻ. അതുകൊണ്ട് എന്റെ ഈ വേഷവും രൂപവും കണ്ട് ഒരു മുൻവിധിയും വേണ്ട. ഇതിനു മുൻപ് അങ്ങനെ ഒരു സംശയം ഉള്ളിലുണ്ടായിരുന്നില്ലേ? അയ്യോ, ക്ഷമിക്കണം സ്വാമി. റിയ എല്ലാം എന്നോട് വിശദമായി പറഞ്ഞിട്ടുണ്ട്. റിയയ്ക്ക് എന്നെ നന്നായി അറിയാം. അതുപോലെ തന്നെ എനിക്ക് റിയയെയും. ഞങ്ങൾ തമ്മിൽ വർഷങ്ങളുടെ പരിചയമുണ്ട്. റിയ എന്നോടൊരു കാര്യം പറഞ്ഞാൽ എനിക്കത് ഒഴിവാക്കാൻ പറ്റില്ല. പാർവതിയെക്കുറിച്ച് ഓർത്ത് പ്രഭാവതി ടെൻഷൻ ആവണ്ട. സ്വാമിജി, അവൾ ആ സ്വത്തുക്കള് എനിക്ക് എഴുതി തരണം. അവൾ അത് എഴുതി തരും. അവളെ കൊണ്ട് ഞാനത് എഴുതിച്ചു തരാം. എന്താ പോരെ? അത് മതി. പക്ഷെ സ്വാമിജി, അവൾ കുതിയന്നൂർ അമ്മയുടെ അനുഗ്രഹവും ഏതാണ്ട് ദിവ്യശക്തിയൊക്കെ ഉള്ളതാ. അതിലൊന്നും ഒരു കാര്യവുമില്ല. ആദ്യം ഈ പറഞ്ഞ പാർവതിയെ ഇവിടെ എത്തിക്ക്. ബാക്കി ഞാൻ നോക്കിക്കൊള്ളാം. പാർവതിയെ ഇവിടെ കൊണ്ടുവരാൻ സാധിക്കുമോ? അവള് ഞാൻ എങ്ങനെയെങ്കിലും ഇവിടെ എത്തിക്കാൻ സ്വാമിജി. എങ്കിൽ സ്വത്ത് നിങ്ങളുടെ കൈകളിലായി. സമാധാനമായി ചെല്ലൂ. സ്വാമി, എനിക്ക് പൂജയ്ക്കുള്ള നേരമായി. ആ, നിങ്ങൾ പോയി വരൂ. ആൻറ്റി, വാ നമുക്ക് പോവാം. റിയ, നമ്മൾ ആത്മാനന്ദ സ്വാമികളുടെ ആശ്രമത്തിലേക്ക് പോയ വിവരം നീയായിട്ട് പറയാൻ നിൽക്കണ്ട. ഞാൻ അവതരിപ്പിച്ചോളാം. പാർവതി, വിപിന്റെയും പല്ലവിയുടെയും ശാന്തി മുഹൂർത്തത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ നീ ചെയ്തു കഴിഞ്ഞോ? ഇല്ല. ദേ പാർവതി, എനിക്കിത് എപ്പോഴും എപ്പോഴും നിന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. ഒരുക്കങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ തീർക്കണം. ദേ, ഇനി ഇത് ചോദിക്കാനുള്ളൊരു ചാൻസ് നീ ഉണ്ടാക്കരുത്. വാറിയ, എൻ്റെ ഉദയന്നൂരമ്മ, ഈ ശാന്തി മുഹൂർത്തം മാറ്റിവെക്കാൻ ഒരു വഴി നീ തന്നെ കാണിച്ചു തരണേ. നാഗശാപം പരിഹരിക്കാതെ പല്ലവിയുടെ ശാന്തി മുഹൂർത്തം നടക്കാൻ പാടില്ലെന്നാ അമ്മ കർക്കശമായി പറഞ്ഞിരിക്കുന്നത്. ആ വാക്കുകൾ ധിക്കരിച്ച് ഇപ്പോൾ അവളുടെ ശാന്തി മുഹൂർത്തം നടത്തിയ എന്താവും സ്ഥിതി? എന്തൊക്കെ അനിഷ്ടങ്ങളാവും സംഭവിക്കാൻ പോകുന്നത്? പ്രഭാവതി അമ്മയും വിശാൽ സാറും ഈ ശാന്തി മുഹൂർത്തത്തിന് ഒത്താശ ചെയ്ത് പല്ലവിക്കൊപ്പം നിൽക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് അതിനെ എതിർക്കുക? എൻ്റെ ഉദയന്നൂരമ്മ,
എൻ്റെ മുമ്പിൽ ഒരു മാർഗവും തെളിയുന്നില്ലല്ലോ. പാർവതി, പല്ലവിയുടെ ആദ്യരാത്രിക്ക് വേണ്ടി മണിയറ ഒരുക്കണമെന്ന് പ്രഭാവതി അമ്മ എന്നോട് പറഞ്ഞു. നീയും കൂടെ വാ, നമുക്ക് ഒരുമിച്ച് അത് ചെയ്യാം. എനിക്കിവിടെ കുറച്ച് ജോലിയുണ്ട് ഗാർഗി. എന്തുപറ്റി പാർവതി? നിനക്കെന്തോ ഒരു ടെൻഷൻ ഉള്ളതുപോലെ. ഏയ്, ഒന്നുമില്ല. ഇല്ല, എന്തോ ഒരു സന്തോഷക്കുറവ് നിനക്കുണ്ട്. എന്താ കാരണം? ഇനിയും അത് പറഞ്ഞിട്ടും സംസാരിച്ചിട്ടും എന്ത് കാര്യം? നീ കാര്യം പറയ് പാർവതി. നിന്റെ അനിയത്തിയുടെ ജീവിതത്തിലെ വിവാഹം പോലെ തന്നെ പ്രാധാന്യമുള്ളതല്ലേ ശാന്തി മുഹൂർത്തവും? അതിനു വേണ്ട ഒരുക്കങ്ങളെല്ലാം അവൾക്ക് ചെയ്തു കൊടുക്കേണ്ട നേരത്ത് നീ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നത് ശരിയാണോ? പല്ലവിയുടെ ശാന്തി മുഹൂർത്തം നടക്കുന്നതിൽ എനിക്ക് സന്തോഷമുള്ളൂ. പക്ഷേ എന്താ ആ പക്ഷേ? അത് പറയുന്നേ. കുറച്ചു ദിവസം മുൻപ് നീ പല്ലവിയോട് ശാന്തി മുഹൂർത്തം ഉടനെയൊന്നും നടത്തരുതെന്ന് പറഞ്ഞിരുന്നോ?